ഈ മാസ്ക് ഉണ്ടല്ലേ, ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ഈ സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഒരു മാസ്ക് തയ്ക്കാൻ വേണ്ടത്. ഒരു അഡൽട്സിന് വേണ്ടത് 9x6 2 കോട്ടൺ ക്ലോത്ത്. ഈ കോട്ടൺ ക്ലോത്ത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പഴയ ഷോളോ എന്തെങ്കിലും കട്ട് ചെയ്തെടുത്താലും മതി. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലാസ്റ്റിക്കാണ്. ഈ ചെറിയ എലാസ്റ്റിക് ഒരു അഡൽട്ടിന് തയ്ക്കുമ്പം നമുക്ക് ഒരു 6.5 or 7 ഇഞ്ച് വെച്ചാൽ മാക്സിമം 14 ഇഞ്ചസ് മതി നമുക്ക് ഈ എലാസ്റ്റിക്. ഇപ്പം ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ എലാസ്റ്റിക് ഇല്ലെങ്കിൽ നമുക്ക് ഈ ചുരിദാറിൻ്റെ, ഇതെൻ്റെ ഒരു ചുരിദാറിൻ്റെ ചരടാണ്. ഈ ചരടായാലും മതി. ഇത് വെച്ച് നമുക്ക് തയ്ക്കാൻ പറ്റും. ബാക്കിലോട്ടുള്ള സ്ട്രിങ് തയ്ക്കാൻ ഇതായാലും മതി. പിന്നെ ഇത് ഒരു കോഫി ഫിൽറ്ററാണ്. ഇപ്പോൾ കോഫി ഫിൽറ്റർ ഇല്ലെങ്കിൽ നമുക്ക് ഇത് വെച്ച് മാത്രം, എന്ന് വെച്ചാൽ ക്ലോത്ത് വെച്ച് മാത്രം ചെയ്യാം. കോഫി ഫിൽറ്ററിൻ്റെ കുറച്ചുകൂടെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുമായിരിക്കും. എന്ന് വെച്ച് ഇതൊന്നും 100% പ്രൊട്ടക്ഷൻ തരത്തില്ല. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് അല്ലേ. അതുകൊണ്ട് നമുക്ക് ഈ ഫിൽറ്റർ വെച്ച് ഒരു മാസ്ക് ഉണ്ടാക്കാം. പിന്നെ നൂല്, പിന്നെ പിൻസ്. പിന്നെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും തയ്ക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് ഈ പിന്ന് വെച്ച് സെക്യൂർ ചെയ്താൽ തയ്ക്കാൻ എളുപ്പമാണ്. പിന്നില്ലെങ്കിലും കുഴപ്പമില്ല, സേഫ്റ്റി പിൻ മതി. സേഫ്റ്റി പിൻ വെച്ച് നമുക്ക് ആ പിന്ന് ഇത് ചെയ്യാം, പിന്നിന് പകരം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മെഷർ ചെയ്യാനുള്ള റൂളറും ഒരു വരയ്ക്കാനുള്ള ഒരു പെൻസിലുമാണ് വേണ്ടത്. നമുക്കിത് വേണ്ട 2 തുണി എടുത്തിട്ടുണ്ട്. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 ടൈപ്പ് തുണിയാണ് എടുത്തത്. ഒന്നൊരു പ്ലെയിനും ഇത് പാറ്റേൺ ഉള്ളതും. അതെന്തിനാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫേസിൻ്റെ പാർട്ട് പുറത്ത് വരുന്ന പാർട്ടും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ്. കാര്യം നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പുറത്ത് വരുന്ന പോർഷൻ, ഔട്ട്സൈഡ് പോർഷന് കൈവച്ച് തൊടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുമ്പം ഈ പോർഷൻ, ഈ ഡിസൈനുള്ള പോർഷൻ ഔട്ട്സൈഡാണ് വരുന്നതെങ്കിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിയുമ്പം എനിക്കറിയാം, ഓക്കെ ഞാൻ ഇതിൽ കൈവച്ച് തൊടരുത്, എന്തെങ്കിലും തൊട്ടാൽ തന്നെ ഇൻസൈഡിലേ തൊടാവൂന്ന്. അല്ലെങ്കിൽ തന്നെ തൊട്ട് കഴിഞ്ഞാൽ വേഗം കൈ കഴുകാനും എല്ലാം പ്രിക്കോഷൻ എടുക്കാനും എനിക്ക് എളുപ്പമായിരിക്കും. അതിനുവേണ്ടി ആണ് ഞാൻ ഈ 2 ക്ലോത്ത് 2 ഡിഫറെൻറ്റ് ടൈപ്പ് യൂസ് ചെയ്തത്. എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 കൂടെ ഒരേപോലെ വെച്ചു. നമുക്ക് വേണ്ടത് 6/9 ആണ് വേണ്ടത്. 6 ഇങ്ങനെ ഈ ഒരു പോർഷൻ വിട്ടും 9 ഈ ഒരു ലെങ്ത് പ്രൊപ്പോർഷൻ ഇങ്ങോട്ട് വരാനും ഇങ്ങനെ വരാനുമാണ്. അതെ, ഞാൻ എൻ്റെ ഒരു റൂളർ എടുത്ത് ഈ എൻ്റെ ഇന്ന് തുടങ്ങാം. ഇവിടെ ഒരു 6 ഞാൻ മെഷർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഒരു 9 നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് വരച്ചേക്കാം. അപ്പം അല്ല, വരച്ചാൽ എളുപ്പമാണ്. എന്ന് വെച്ചാൽ കട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും വരച്ചിട്ടുണ്ടെങ്കിൽ. അതിനാണ് ഞാൻ ഈ ക്ലോത്ത് മുകളിൽ വെച്ചത്. അപ്പോൾ കാണാൻ പറ്റുമല്ലോ. ഈ 6ഉം 9ഉം ഒന്ന് വരച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്തു. 6/9 ഇഞ്ചസ് തുണി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് എലാസ്റ്റിക്കാണ്. എലാസ്റ്റിക് നമുക്ക് വേണ്ടത് 6.5. ചിലർക്ക് 6 മതിയായിരിക്കും, പക്ഷേ 6 ചെറിയ കുട്ടികൾക്കാണെങ്കിൽ 5 മതി. ഞാൻ എടുത്തത് 6.5 ആണ്. അപ്പോൾ ദേ 6.5 എനിക്ക് 2 എണ്ണം 2 സൈഡിലേക്ക്, ഈ സൈഡിലേക്കും ഈ സൈഡിലെ ചെവിയിലും വെക്കാൻ 2 സൈഡിലെ എലാസ്റ്റിക് ഞാൻ 2 6.5 കട്ട് ചെയ്തെടുത്തു. ഇനി അല്ല, ഇൻ കേസ് ഇലാസ്റ്റിക് ഇല്ലെങ്കിൽ ഇതേപോലെ ഇനി തയ്ച്ചെടുക്കാൻ പറ്റുമെങ്കിൽ തയ്ച്ചെടുക്കുക. അല്ലെങ്കിൽ ഇതിപ്പോൾ എൻ്റെ ചുരിദാറിൻ്റെ ഒരു ചരടാണ്, വളരെ എനിക്ക് ഹാൻഡി ആയിട്ട് കിട്ടി, അതുകൊണ്ട് ഞാൻ എടുത്തു. ഇതിനെ ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തു. ഇത്രയും നീളം കൂടുതലായിരിക്കും, അത് അന്നേരം പിന്നെ നമുക്ക് വേണേൽ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് 2ആയിട്ട് കട്ട് ചെയ്തു. അതിനെ പിന്നെ 2ആയിട്ട് കട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ടോട്ടൽ 4 പീസസ് കിട്ടും. ഇനി ഈ തുണിയും എലാസ്റ്റിക്കും എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് എനിക്ക് പാറ്റേൺ ഉള്ളതും ഒന്ന് പാറ്റേൺ ഇല്ലാത്തതുമായ പ്ലെയിൻ ക്ലോത്തുമാണ് എടുത്തത്. ഇതാണ് എൻ്റെ പാറ്റേൺ ഉള്ള, എന്ന് വെച്ചാൽ നല്ല വശം. ഈ നല്ല സൈഡ് എൻ്റെ പുറത്ത്, ഇത് അതിൻ്റെ പുറത്തോട്ട് ഈ പ്ലെയിൻ ക്ലോത്ത് വെച്ചു. ഇപ്പം നോക്കിയാൽ അറിയാം എൻ്റെ പാറ്റേൺ ഇൻസൈഡാണ്. പാറ്റേൺ ഇൻസൈഡ് വന്നു. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ എലാസ്റ്റിക് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. എലാസ്റ്റിക് നമ്മുടെ ചെവിയുടെ 2 സൈഡിൽ വരാനുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസൈഡ് ഈ പാറ്റേൺ വെച്ചതെന്തിനറിയോ, ഇത് നമ്മൾ തിരിച്ചിടുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തയ്ക്കുമ്പോഴേ ഈ തയ്ക്കുന്ന എല്ലാം ഇൻസൈഡ് വരും. അപ്പോൾ ഈ പുറത്ത് കാണത്തില്ല. അതിനു വേണ്ടിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും തയ്ക്കാത്തവർക്ക് വളരെ നന്നായിട്ട് തയ്ക്കാൻ അറിയാൻ വയ്യാത്തവർ വൃത്തികേടായിട്ട് തയ്ച്ചാലും അറിയാതിരിക്കുകയും ചെയ്യും.
എലാസ്റ്റിക് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളുടെ 9 ഇഞ്ചിൻ്റെ ലോങ് ഇഞ്ചിലല്ല വെക്കുന്നത്. നമ്മൾ ഈ 6 ഇഞ്ചില്ലേ, 6 ഇഞ്ചിൻ്റെ ഇതാ തുറന്നു ഇവിടെ വെച്ചു. ഒരു ഒത്തിരി അടുത്തോട്ട് വെക്കണമെന്നില്ല, ഒരിത്തിരി ഇങ്ങോട്ട് വെച്ച് ഈ എൻഡ് അടുത്ത എൻ്റെ അടുത്ത് ഇപ്പുറത്തെ സൈഡിലും വെച്ചു. ഇത് വളയാതെ നോക്കി ഇപ്പുറത്തെ എൻഡിലും വെച്ചു. ഇനിയും ഇത് ഞാൻ എന്ത് ചെയ്യും, നമുക്കിങ്ങനെ ഇങ്ങനെ കൈവച്ച് നന്നായിട്ട് തയ്ക്കാൻ അറിയാവുന്നവർക്ക് തയ്ക്കാൻ പറ്റും. പക്ഷേ എനിക്ക് അത്ര നന്നായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെ പിന്ന് വെച്ചൊന്ന് സെക്യൂർ ആണ് ചെയ്യുന്നത്. ഇപ്പം പിന്നില്ലെങ്കിൽ സേഫ്റ്റി പിൻ ആയാലും മതി, സേഫ്റ്റി പിൻ വെച്ച് ആയാലും മതി. ഓക്കെ, ഇവിടെ വെച്ചു. ഈ പിന്ന് ഈ സൈഡൊന്ന് പിൻ ചെയ്തു. എലാസ്റ്റിക് ചെറുതായിട്ട് ഇവിടെ കാണാൻ പറ്റും. അത് അപ്പം നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, എലാസ്റ്റിക് അവിടെ ഉണ്ട്, എലാസ്റ്റിക് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്ന് വെച്ച് കുത്തി. സോ അപ്പോൾ ഇനി അത് അവിടെ നിന്ന് പോകത്തില്ല. ഇനി ഈ സൈഡ് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും മേക്ക് ഷുവർ ദാറ്റ് എലാസ്റ്റിക് ഇൻസൈഡ് ആണെന്ന് പ്ലീസ് മേക്ക് ഷുവർ. ഓക്കെ, ഇവിടെ പുറത്തോട്ടെടുത്ത് ഇപ്പോൾ പിന്നില്ലെങ്കിൽ സേഫ്റ്റി പിൻ കുത്തിയാലും മതി. സേഫ്റ്റി പിൻ കുത്തി തയ്ക്കാൻ നേരം പിന്നീട് ഊരിയാൽ മതി. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ. ഇനി ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ എലാസ്റ്റിക് എവിടാന്ന്. ഒരു കാര്യം കൂടെ ചെയ്താൽ നല്ലതായിരിക്കും, ഈ എലാസ്റ്റിക്കിനെ അകത്തോട്ട് വെച്ചിട്ട് ഒരു പിന്നു കുത്തുന്നത്. അല്ല, അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഈ എലാസ്റ്റിക് ഇവിടോട്ട് വന്ന് ഇവിടെ ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എലാസ്റ്റിക് പുറത്തെടുക്കാൻ പറ്റത്തില്ല. പിന്നെയും നമ്മളത് റിമൂവ് ചെയ്തിട്ട് ആദ്യമായിട്ട് തയ്ക്കേണ്ടി വരും. ഇത് ഞാൻ പിന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എലാസ്റ്റിക് ഇല്ല, പകരം ഇതേപോലെ ഒരു ചരടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിൽ ചെയ്ത പോലെ തന്നെ ഈ പാറ്റേൺ ഉള്ള പോർഷൻ ഇൻസൈഡ് വരണം. ഇൻസൈഡ് വരത്തക്ക രീതിയിലാണ് പാറ്റേൺ ഇല്ലാത്തതിൻ്റെ അടിയിൽ വെച്ചു. ഔട്ട്സൈഡ് പാറ്റേൺ ഇല്ല, ഇൻസൈഡിലാണ് പാറ്റേൺ. എന്നിട്ട് നമ്മളുടെ ഈ ചരടെടുത്തിട്ട് അവിടെ എലാസ്റ്റിക് ചെയ്ത പോലെ തന്നെ, പക്ഷേ അവിടെ എലാസ്റ്റിക് കണക്റ്റഡ് ആയിരുന്നു, ഇങ്ങനെ അങ്ങോട്ട് കണക്ട് ചെയ്തു. പക്ഷെ ഇവിടെ നമുക്ക് 4 ചരടാണുള്ളത്, അത് 4 എണ്ണമാണ് നമ്മൾ ഇവിടെ വെക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ചരടെടുത്ത് ഇവിടെ വെച്ചു. ഇവിടെ വെച്ച് പിന്നോ സേഫ്റ്റി പിന്നോ കുത്തി ഒന്ന് സെക്യൂർ ചെയ്യുക. ഇപ്പുറത്തെ സൈഡിലും അടുത്ത ചരട് വളരെ ഈ കോർണറിലോട്ട് കൊണ്ടുവരണമെന്നില്ല കേട്ടോ. കാര്യം ഒരു ഇച്ചിരി ഇങ്ങോട്ട് നീക്കി വെച്ചാൽ മതി, എന്നാലേ കറക്റ്റായിട്ട് നമ്മളുടെ ചെവിയേൽ നമുക്ക് വെച്ച് കെട്ടാൻ പറ്റത്തുള്ളൂ. ഇതേപോലെ അത് പിൻ ചെയ്തു. ഇതും ഇവിടാണ് അതിൻ്റെ പിൻ ചെയ്ത്, ഇവിടെ ഇതിൻ്റെ പിൻ ചെയ്തു. ഇനിയും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിൻ ചെയ്തതിനെ അകത്ത് വെച്ചു. കാര്യം ഇവിടെങ്ങാണോ ആണ് അത് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ തയ്ക്കുമ്പോൾ ഇതിവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തൂടെ തയ്ച്ചു പോവും. പിന്നെ നമുക്ക് ചെവിയിൽ വെക്കാനേ പറ്റൂലല്ലോ. അതേപോലെ തന്നെ ഇവിടെ ചെയ്ത അതേപോലെ തന്നെ ഈ സൈഡും അതേപോലെ തന്നെ എല്ലാം 2 ചരടും വെച്ച് പിന്നുകുത്തി ഇതെല്ലാം അകത്ത് വെച്ചിട്ട് ഇവിടെ ഒരു സേഫ്റ്റി പിൻ കുത്തിയേക്കാം. കാര്യം ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ തയ്ക്കുമ്പോൾ ഇതിൻ്റെ പുറത്ത് കയറിപ്പോവും. അതുകൊണ്ട് ഇതിവിടെ പിൻ ചെയ്തിട്ട് ഇവിടെ ഒരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ഒരു പിന്നോ ചെയ്യുക. ഇത് രണ്ടും ഇപ്പോൾ പിൻ ചെയ്തിട്ടുണ്ട്. 2 ക്ലോത്ത് പീസും പിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാണ്. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിത് ഈ ഒരു മിഡിലിൽ ഒരു ഓപ്പണിംഗ് വെക്കുകയാണേ. ഇത്രയുടെ ഒരു മാർക്ക് ഇടുന്നു. ഈ മാർക്ക് ഈ 2 സൈഡിലും നിങ്ങളിപ്പോൾ എങ്ങനെ തയ്ച്ചാലും ഇത് രണ്ടും ഒരുപോലെ തന്നെ ഒരു മാർക്ക് ഇട്ടു. ഒരു ലോങ് എൻഡിന്റെ മിഡിലിൽ ഒരു മാർക്ക് ഇട്ടു. നമ്മൾ ഇവിടുന്നാണ് തയ്ച്ചു തുടങ്ങി ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ എലാസ്റ്റിക് ഇവിടെ ഉണ്ട്, അതിന്റെ മുകളിലൊന്ന് തയ്ച്ചു, ഒന്നുകൂടെ തയ്ച്ച് അതിനെ ഒന്ന് സെക്യൂർ ആക്കി കൊണ്ടുവന്ന് ഇപ്പുറത്തെ സൈഡും തയ്ച്ച് ഇങ്ങനെ ഫുള്ള് തയ്ച്ച് ഈ എൻഡ് വരെ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് ഇതിനെ നമ്മൾ ടേൺ ചെയ്യുമ്പോൾ നമുക്ക് ആ നല്ല വശം കിട്ടും. അതേപോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കൈവച്ചാൽ തയ്ക്കുന്നതെങ്കിൽ
ഇവിടുന്ന് തയ്ച്ചു തുടങ്ങാം. തയ്ച്ച് ഇവിടെ വന്ന് ഈ എലാസ്റ്റിക്കിന്റെ അല്ലെങ്കിൽ ഈ ചരടിന്റെ പുറത്ത് തയ്ക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് തയ്ക്കുക. 2-3 പ്രാവശ്യം തയ്ച്ചൊന്ന് നേരെയാക്കുക. എന്നിട്ട് തിരിച്ച് അതേപോലെ ഫുള്ള് തയ്ച്ച് ഇവിടെ കൊണ്ടുവന്ന് തയ്ച്ച് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് പിന്നെയും ഒന്നുകൂടെ തയ്ക്കുക. കൈവച്ച് തയ്ക്കുമ്പോൾ 2 പ്രാവശ്യം എന്തിനാ തയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ മെഷീനിൽ തയ്ക്കുന്ന പോലെ അത്ര സ്ട്രോങ് അല്ല കൈവച്ച് തയ്ക്കുമ്പോൾ. അതുകൊണ്ട് 2 പ്രാവശ്യം തിരിച്ച് അതേപോലെ ഒന്നുകൂടെ തയ്ച്ച് ഇവിടെ കൊണ്ടുവരിക. ഈ ഓപ്പണിങ് അതേപോലെ തന്നെ ഇട്ടേക്കുക. ഇനി നമുക്ക് തയ്ച്ചു തുടങ്ങാം. നമ്മളിത് ഈ മാർക്കിൻ്റെ അവിടെ നിന്നാണ് തയ്ക്കുന്നത്. ഇവിടെ നമ്മളൊരു ഓപ്പണിങ് ഇത്രയുടെ ഓപ്പണിംഗ് ആണെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ നിന്നാണ് തയ്ച്ചു തുടങ്ങിയത്. തയ്ച്ച് ഇങ്ങനെ തയ്ച്ച് തിരിച്ച് റെക്ടാങ്കുലർ തയ്ച്ച് ഇവിടെ വന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇതാ ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഇവിടെ എത്തി. എന്നിട്ട് ഈ സൈഡിൽ ഇതോട്ട് ടേൺ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഈ പിന്ന് ഇവിടെ നൂരി അവിടെ ആയിരുന്നു ഇവിടെ നമ്മുടെ എലാസ്റ്റിക് ചെറുതായിട്ട് കാണാൻ പറ്റും. അവിടെ നമ്മൾ എലാസ്റ്റിക് ഉണ്ട്. നമ്മൾ തയ്ച്ചിട്ട എലാസ്റ്റിക്കിൻ്റെ പുറമായതുകൊണ്ട് ഒന്നുകൂടെ നമ്മൾ ബാക്കിലോട്ട് സ്റ്റിച്ച് ചെയ്തു. എലാസ്റ്റിക് ഒന്ന് സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടി. ഇപ്പം നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് ആ ചരട് വെച്ച് തയ്ക്കുന്നത് ഇവിടെ ഉണ്ട്. ആ ചരട് വെച്ച് തയ്ച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് തയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് കുറച്ച് കൂടുതൽ ചരടുണ്ടല്ലോ ഇവിടെ നമ്മൾ പിന്നി വെച്ചിരിക്കുക. ഇത് ഇവിടെങ്ങും വരരുത്. ഇവിടെങ്ങും വന്ന് തയ്ച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അഴിച്ചിട്ട് അതിനെ എടുക്കേണ്ടി വരും. അത് നമുക്ക് ചെവിയിൽ വെക്കാനുള്ള ചരടാണ്. ചെവിയുടെ ബാക്കിൽ കെട്ടിവെക്കാനുള്ള ചരടാണ്. സോ അപ്പോൾ ഇത് തയ്ക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഓക്കെ, ഇവിടെ ആ ചരടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരാതെ അത് അകത്ത് തന്നെ എന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഇതും അതേ മറ്റേ തയ്ച്ച പോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് സെക്യൂർ ചെയ്ത് തയ്ച്ച് കൊണ്ടുവരിക. ഈ 2 ക്ലോത്തും അതേപോലെ തയ്ച്ചിട്ടുണ്ട്. ഈ ഓപ്പണിങ് തൊട്ട് തുടങ്ങി ഈ എൻഡ് വരെ ഇതും അതേപോലെ അവിടെ നിന്ന് ഇവിടെ വരെ. ഇതെന്തിനാ? ഇനി നമുക്ക് ഈ പിന്നൊക്കെ ഊരാം. നമ്മളുടെ എന്താ പറയുക, ആ എലാസ്റ്റിക്കും ഇതുമൊക്കെ വെച്ചിരുന്നില്ലേ, സെക്യൂർ ആക്കാൻ വെച്ചിരുന്ന പിന്നും ഒക്കെ ഊരി. എന്നിട്ട് അടുത്ത ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇവിടെ ഈ ഓപ്പണിംഗ് ഉണ്ട്. ഓപ്പണിങ്ങിൽ കൂടെ നമുക്ക് ആ കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ ഒന്ന് തിരിച്ചെടുക്കാം. ഇങ്ങനെ നേരെ പുറത്തോട്ട് ഒന്ന് അകത്തേനെ കംപ്ലീറ്റ് പുറത്തോട്ട് കൊണ്ടുവന്നു. കംപ്ലീറ്റ് പുറത്തെത്തിച്ചു. ഇപ്പോൾ കണ്ടോ, ഇപ്പം നമ്മളുടെ നല്ല പോർഷൻ വെളിയിൽ വന്നു. അതേപോലെ തന്നെ ഇതും അതേപോലെ തന്നെ ഇതിൻ്റെയും ഈ ഓപ്പണിങ്ങിൽ കൂടെ ഇതിനെ ഇനി പുറത്തെടുക്കും. നമ്മൾ ഇതൊന്ന് അയൺ ചെയ്യാൻ പോവാണ്. അയൺ ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് തുണി ഒന്ന് സ്ട്രെയിറ്റ് ആകാൻ വേണ്ടി ഇത് ഇപ്പോൾ കാണുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഇവിടെ 2 ഓപ്പണിങ് നമ്മൾ വിട്ടായിരുന്നത്. ഇതിലൊരു ഓപ്പണിങ് വിട്ടിട്ടുണ്ടല്ലോ, അതൊന്ന് അകത്തോട്ട് മടക്കി വെച്ച് ഒന്ന് അയൺ ചെയ്താൽ പിന്നീട് തയ്ക്കാൻ എളുപ്പമാണ്. അതിനു വേണ്ടിയാണേ. ഇപ്പോൾ അറിയാവുന്നവർക്കാണെങ്കിൽ അതങ്ങ് കൈവച്ച് പിടിച്ച് തയ്ച്ചാൽ മതി. പക്ഷേ നമുക്ക് ഇപ്പം കണ്ടില്ലേ, ഇപ്പം കണ്ടാൽ അത് തയ്ച്ച പോലെ തന്നെ ഇരിക്കും. ആ ഒരു ഇതകത്തോട്ട് വെച്ച് തയ്ച്ചു. അയൺ ചെയ്തു. ഇപ്പോൾ കോഫി ഫിൽറ്റർ ഇല്ലെങ്കിൽ ഈ ഓപ്പണിംഗ് കൂടെ ചേർത്ത് ഇപ്പോൾ അങ്ങ് തയ്ക്കാം. ഇല്ല, കോഫി ഫിൽറ്റർ ഉണ്ടെങ്കിൽ അത് ആ ഓപ്പണിംഗ് അവിടെ നിന്നോട്ടോ, നമുക്ക് ലാസ്റ്റ് തയ്ക്കാം. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഈ അകത്ത് തയ്ച്ച അതേപോലെ തന്നെ ഈ പുറത്തൂടെ ഒന്ന് ചെറുതായിട്ട് തയ്ക്കുക. കാര്യം എങ്ങാനും നമ്മൾ ഇവിടെ എവിടെയെങ്കിലും സ്റ്റിച്ച് വല്ലതും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് കവർ ചെയ്യാൻ പറ്റും. ഇപ്പം അതിൻ്റെ പുറത്തൂടെ ഒന്ന് ചെറുതായിട്ട് തയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറത്തൂടെ ഞാനൊരു ചെറിയ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓപ്പണിങ്, ബിക്കോസ് എൻ്റെ കയ്യിൽ കോഫി ഫിൽറ്റർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഓപ്പണിങ് അങ്ങനെ തന്നെ വെച്ചത്. ഇപ്പോൾ കോഫി ഫിൽറ്റർ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിങ്ങനെ അങ്ങ് തയ്ച്ച് ഫിനിഷ് ചെയ്യായിരുന്നു. ഇങ്ങനെ തന്നെ വേണേലും യൂസ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിൻ്റെ കവറിങ് കറക്റ്റായിട്ട് വരില്ല. കാര്യം ബാക്കിലോട്ട് പോകുമ്പോൾ ഫുൾ അങ്ങ് കവർ ചെയ്ത പോലിരിക്കും. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ ഒന്ന് മടക്കി ഇങ്ങനെ തന്നെ അയൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ചെറിയൊരു മടക്കാണേ. ഇത് കണ്ടോ, ഇത്രേ മടക്കുന്നുള്ളൂ. ഇങ്ങനെ ഒന്ന് മടക്കി അത് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മടക്കുക. എന്നാലേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒറ്റ കാര്യയെ ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാൻ മിഡിലൊരു പിന്ന് കുത്തുവാണ്. മിഡിലോ സൈഡിലോ എവിടെ നിങ്ങൾക്ക് ആദ്യം പിന്ന് കുത്താൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഒറ്റ കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങോട്ടാണ് നിങ്ങൾ മടക്കുന്നതെങ്കിൽ എല്ലാ മടക്കുകളും, ഞാൻ 3 മടക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, 3 മടക്കും അങ്ങോട്ട് തന്നെ വരണം. ഇപ്പം നിങ്ങൾ 3 കൂടുതൽ മടക്ക് എടുക്കുന്നുണ്ട്, ചെറിയ മടക്ക് കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ അതും എല്ലാം ഒരേ സൈഡിലോട്ട് തന്നെ വരണം. അത്രേ ഉള്ളൂ ആകെ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ മടക്കുന്നതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മടക്കാം.
എൻ്റെ രണ്ടാമത്തെ മടക്ക്, ഇനി മൂന്നാമത്തെ മടക്ക്. എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ ഒന്ന് അയൺ ചെയ്യാമെങ്കിൽ ഇതിങ്ങനെ തന്നെ ഇരുന്നോളും. കാര്യം അന്നേരം നമുക്ക് തയ്ക്കാൻ എളുപ്പമാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ വെച്ച് അയൺ ചെയ്ത് ഇവിടെ കൂടെ ഒരു പിന്ന് കുത്താൻ പോവുക. അല്ലെങ്കിൽ അയൺ ചെയ്ത് വൃത്തിയായിട്ട് അയൺ ചെയ്താൽ മതി. ഇതിങ്ങനെ തന്നെ ഇരുന്നു. അതെ, ഈ ഫോൾഡ് നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് പിന്ന് ചെയ്തായിരുന്നല്ലോ, ഒന്ന് അയൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഫോൾഡ് ഇങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഇപ്പൊ കൈവച്ച് തയ്ക്കുന്നവർക്കാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാ. കാര്യം ഇത്തിരി തിക്കായിരിക്കും ക്ലോത്ത് ഇത്രയും കൂടെ വരുമ്പോൾ. അന്നേരം ഒന്ന് രണ്ട് പ്രാവശ്യം തയ്ക്കേണ്ടി വരും ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇപ്പം എന്താ ചെയ്യാൻ, അതെ ഇതിപ്പോൾ തയ്ക്കുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൾഡിന്റെ ഡയറക്ഷൻ കണ്ടില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് തയ്ക്കുന്നതാണ് എളുപ്പം. തിരിച്ച് ഇങ്ങോട്ട് തയ്ച്ചാൽ നമ്മൾ കൈ തട്ടി ഇതങ്ങ് പോകും, ആ ഫോൾഡ് അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് ആകെ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, ആ ഫോൾഡിന്റെ ഡയറക്ഷനിൽ തയ്ക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമാണ്, നമുക്ക് തയ്ക്കാം. ഈ രണ്ട് എൻഡും നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ദേ ഇവിടെ ആ രണ്ട് എൻഡ് ദേ ഇങ്ങനെ മടക്കി ഈ രണ്ട് എൻഡ് തയ്ച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ കണ്ടില്ലേ, അപ്പോൾ നമ്മളുടെ ഫേസ് ഇങ്ങനെ കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തയ്ച്ചിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഫിൽറ്റർ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലോസ് ചെയ്ത് അങ്ങ് സ്റ്റോപ്പ് ചെയ്യായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഫിൽറ്റർ ഉള്ളതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഈ ഓപ്പണിംഗ് ഉണ്ടല്ലോ, ഈ ഓപ്പണിംഗിനകത്ത് കൂടെ ഞാൻ ഈ ഫിൽറ്റർ ഇടും. ഈ ഫിൽറ്റർ ഇടുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് എൻ്റെ ഫേസിൻ്റെ മൂക്കും വായും കവർ ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇതേ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് കുറച്ചുകൂടെ നല്ലൊരു കവറിങ് ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെക്കുന്നത്. ഇതെങ്ങനെ ഇട്ട് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിത്തിരി നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കും. ഇതിലും അതേപോലെ തന്നെ ഇപ്പോൾ കൈവച്ച് തയ്ക്കുന്നവർ എല്ലാം എങ്ങനെയാണേലും ഇങ്ങനെ തന്നെ. ഇത് നോക്കൂ, ഞാൻ കോഫി ഫിൽറ്റർ അകത്ത് വെച്ചു. എൻ്റെ ഫേസിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് ഞാനത് പൊസിഷൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പറ്റും, എത്ര പൊസിഷൻ ചെയ്തെന്ന് പറഞ്ഞാലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിപ്പോകും. നമ്മൾ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പം നീങ്ങിപ്പോകും. അങ്ങനെ നീങ്ങിപ്പോകാതിരിക്കാൻ ഒരു സൂചി നൂലും എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തയ്ക്കുക. ഇനിയും മെഷീനിൽ തയ്ക്കണമെങ്കിൽ തയ്ച്ചോളുക. പക്ഷേ പിന്നീട് ആ ഫിൽറ്റർ മാറ്റാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഇതാകുമ്പം ഇവിടുന്ന് ഫിൽറ്റർ നീങ്ങത്തുമില്ല, ഫിൽറ്റർ അവിടെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് അഴിച്ചെടുക്കാൻ എളുപ്പമാണ്. ഇത് കണ്ടില്ലേ. എന്നിട്ട് ഇത് ഇത്ര അങ്ങ് കട്ട് ചെയ്ത് നൂല് കട്ട് ചെയ്തെടുത്തു. ഇനിയും നിങ്ങൾ ഓരോ പ്രാവശ്യം യൂസ് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്യുന്നതിന് മുമ്പ് ഫിൽറ്റർ എടുക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഈ അപ്പുറത്ത് കൈ തൊടരുതെന്ന് അതിനാണ് ഞാൻ ഈ പാറ്റേൺ രണ്ടായിട്ട് വെച്ചത്. ഇങ്ങനെ എടുത്തിട്ട് ഇതങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് കട്ട് ചെയ്തെടുത്താൽ ഇതിൽ നിന്ന് ഫിൽറ്റർ ഊരി പുറത്തെടുക്കാം. അല്ലെങ്കിൽ ഫിൽറ്ററോട് കൂടി വെച്ച് കഴുകിയിട്ട് പിന്നെ പുറത്തെടുത്താലും മതി. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ മാസ്ക് ഒന്നിനും ഒരു റീപ്ലേസ്മെന്റ് അല്ല. N95 മാസ്കിനോ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിനോ ഒന്നും ഒരു റീപ്ലേസ്മെന്റ് അല്ല. പക്ഷേ ഈ ഡേ ബൈ ഡേ കോവിഡിന്റെ എണ്ണം കൂടി വരുന്നതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ പുറത്തിറങ്ങിയാൽ പോലും, നമ്മുടെ മുറ്റത്തിറങ്ങിയാൽ പോലും ചിലപ്പോൾ ഒരു മാസ്ക് വെക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾ നോക്കുക, പറ്റുന്നെങ്കിൽ തയ്ച്ച് മാസ്ക് വെക്കുക. ടേക്ക് കെയർ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ സർജിക്കൽ മാസ്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 2 ലെയറാണ്. ഒരു ബാക്കിൽ ഒരു ലെയർ, ഫ്രണ്ടിൽ ഒരു ലെയർ, നടുക്കൊരു ഫിൽറ്റർ ആണുള്ളത്. എൻ്റെ കയ്യിൽ ഇപ്പം അങ്ങനത്തെ ഫിൽറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കോഫി ഫിൽറ്റർ വെച്ചത്. അപ്പോൾ കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ തരും. ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിംഗിൾ ലെയർ മാസ്ക് എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ഒരു ലൈറ്റർ ഓണാക്കി എന്ന് വെച്ചു. ഈ ലൈറ്റർ ഓണാക്കി സിംഗിൾ ലെയർ മാസ്ക് ആണെങ്കിൽ നിങ്ങൾ ആ മാസ്കിൽ കൂടെ പുറത്തോട്ട് ഊതുമ്പോൾ ഈ ഫ്ലെയിം കെട്ടുപോകും എന്നാണ് പറയുന്നത്. അത് ഞാൻ എൻ്റെ ഇപ്പം ഇതിൽ രണ്ടിലും ഞാനിപ്പം എൻ്റെ കയ്യിൽ ഉണ്ട്. ഇതിനകത്തിൽ ഞാൻ ഫിൽറ്റർ വെച്ചിട്ടില്ല. ഇപ്പം ഫിൽറ്റർ വെക്കാതെ ഞാൻ അതിൽ ഈ ഫ്ലെയിം ഓണാക്കി ഊതി നോക്കുവാണെങ്കിൽ ഈ ഫ്ലെയിം അണഞ്ഞു പോകും. പക്ഷെ ഈ ഫിൽറ്റർ വെച്ചിട്ട് ഊതി നോക്കിയാൽ അങ്ങനെ അണഞ്ഞു പോകുന്നില്ല. എന്നാലും ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇതൊന്നും ഒന്നിനും ഒരു റീപ്ലേസ്മെന്റ് അല്ല. പക്ഷേ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന പോലെ ഞാൻ റിപ്ലൈ ചെയ്യാം. ഇത് നിങ്ങൾ കണ്ടല്ലോ, വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. പറ്റുമെങ്കിൽ ഉണ്ടാക്കുക. ടേക്ക് കെയർ. ബൈ. താങ്ക് യു.